എല്ലാവർക്കും വായിക്കാൻ പറ്റുമോ? വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ചേ. നമ്മുടെ ഉപബോധ മനസ്സിൽ കാലങ്ങളായി പിടിച്ചു കിടന്നിരുന്ന നെഗറ്റീവ് ചിന്തകളെയെല്ലാം അവിടുന്ന് എടുത്തു കളയുകയും ഒപ്പം പോസിറ്റീവ് ചിന്തകളെ ഉള്ളിൽ നിറയ്ക്കാനും ചെയ്യുവാനുള്ള സയൻസ് ആണ് മൈൻഡ് മാസ്റ്ററി. അതെ, അതാണ് മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതാണ് സംഗതി. നമ്മുടെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ, ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കുണ്ടെന്നുള്ളത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കുറേ ചിന്തകൾ ഇങ്ങനെ കട്ടിച്ച് പിടിച്ച് കിടപ്പുണ്ട്. അതിന് നമ്മൾ വാല്യൂ സിസ്റ്റം എന്ന് പറയും. നമുക്ക് പൊതുവേ ഒരു ധാരണയുള്ളത് വാല്യൂ സിസ്റ്റം ഈ സംതിങ് ഗുഡ് അല്ലെങ്കിൽ സംതിങ് ബാഡ്. ഇതങ്ങനെയൊന്നുമില്ല. സബ് കോൺഷ്യസ് മൈൻഡിലെ ഒരു ചിന്ത എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കടിച്ചു കിടക്കാണ്. നമ്മൾ കോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. പക്ഷേ കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാലും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പെർമിഷൻ ഇല്ലെങ്കിൽ അത് നടക്കുകയില്ല. ലാസ്റ്റ് മിനിറ്റിൽ ഊരിപ്പോകും. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു, എടാ അത് നിന്റെ ഒരു സുഹൃത്തൊക്കെ അല്ലേ, അങ്ങ് ക്ഷമിച്ചേരെ. ക്ഷമിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ക്ഷമിക്കേണ്ട ലെവലിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഓ അങ്ങനെ ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയും. അപ്പം അതതിൻ്റെ ഒരു കുഴപ്പം. അപ്പം സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ചിന്തകളെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. അതിന് നമ്മൾ ഷോർട്ടായിട്ട് വേണമെങ്കിൽ പറയാം, ഐ ആം മൈ സബ് കോൺഷ്യസ് മൈൻഡ്. ഞാനെന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന എൻ്റെ പ്രവൃത്തികളിൽ നിന്നല്ലേ. ഞാൻ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങൾ വേറെ ആളോട് പറയുന്ന തോമസ് ഇങ്ങനെയൊക്കെയാണ്, ഒന്നുകിൽ അവൻ തിരക്കേടില്ല, കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളിയല എന്നൊക്കെ അഭിപ്രായം പറയുന്നത് നമ്മുടെ പ്രവർത്തികളെ ആശ്രയിച്ചിട്ടാണ്. നമ്മുടെ ബിഹേവിയറിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ എല്ലാം വരും. അപ്പോൾ ഇതെല്ലാം നടക്കുന്ന ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സബ് കോൺഷ്യസ് മൈൻഡ്, ദ തോട്ട്സ് വാട്ട് ഈസ് ക്രിയേറ്റഡ് ഓർ സ്റ്റക്ക് ഇൻ ദ സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് അതിനെ ഇച്ചിരി രസകരമായ രീതിയിൽ മെറ്റാഫോറിക്കലായിട്ട് നമ്മൾ ഇവിടെ വിവരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് നമ്മൾ കാണാൻ പോവുക. ഇപ്പം നിലവിലുള്ള നമ്മുടെ എല്ലാവരുടെയും സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെയായിരിക്കുന്നു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതാണ് നിങ്ങളുടെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളിലായിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ മുൾച്ചെടി അകത്തായിരിക്കുന്നെങ്കിലും ഇതിൻ്റെ മുള്ളുകളെല്ലാം പുറത്തേക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ ദേഹത്ത് ഇതൊക്കെ കൊള്ളും. അങ്ങനെ അവർ പറയുന്നത്, ശ്യോ ആ മനുഷ്യൻ്റെ അടുക്കാൻ പോലും പറ്റിയല്ല. ഇതാണ് പ്രശ്നം. നമ്മുടെ ഉള്ളെല്ലാം ഇങ്ങനെ മുൾച്ചെടികൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെല്ലാം പറിച്ചു കളയണം. എന്നിട്ട് ഇതുപോലെ ഒരെണ്ണം നമ്മൾ പറിച്ചു കളഞ്ഞിട്ട് ഇവിടെ നല്ല ചെടികളൊക്കെ നട്ടിട്ട് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകും. ആ തരത്തിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുമ്പോൾ ഈ പൂക്കൾ കാണാൻ പറ്റും. അതിൻ്റെ നല്ല പെർഫ്യൂംസിൻ്റെ മണം വരും. പഴങ്ങളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ അവർക്ക് തിന്നാൻ സാധിക്കും. അങ്ങനെ അവർ വെൻ വി ഇൻട്രാക്ട് വിത്ത് അതർ പീപ്പിൾ ദേ ഫീൽ ഗുഡ്. അപ്പോൾ മറ്റുള്ളവർ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം ഹൗ ദേ ആർ ഫീലിംഗ് ഗുഡ് ബിക്കോസ് അവർ വാല്യൂ സിസ്റ്റം ഈസ് ഗുഡ്. അതാണ് ഈ പറഞ്ഞത്. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങളുടെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ നിന്നോ? അൽക്ക എന്ത് പറയുന്നു?
ഇല്ല സാർ, ഒന്നും പറയാനില്ല. ഞാൻ സാർ ആ പൂന്തോട്ടം കാണിച്ചു തന്നപ്പം ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു അത്. ആ, ഏതാണ്ട് അതുപോലെയാണ് ആൾക്കാരുടെ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. അങ്ങനെയാണ് ആവാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ എനിക്ക് അറിയില്ല. മിക്കവാറും കുറെ മുള്ളായിരിക്കും. അടുത്ത് നിൽക്കുന്നവർ മുള്ളു കൊള്ളുന്നുണ്ടെന്ന് ആരെങ്കിലും പറയാറുണ്ടോ എന്നുള്ളതാണ്. പറയാറുണ്ടെങ്കിൽ ഇത് നമ്മളെ പറ്റി ആ, നമ്മളെ മനസ്സിലാക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ ഹൂ ആയാ. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് ചോദിക്കടാ എങ്ങനെയുണ്ട് ഞാൻ. അപ്പൊ ഉം, അവർ ഓ അവർ തുറന്ന് പറയുന്നവരാണ് ഈ വിവരം പറയും. അല്ലെങ്കിൽ പറയോ യു ആർ ഗുഡ് എന്ന് പറയും. ഉം. അങ്ങനെയാണെങ്കിൽ ഇന്നർ സർക്കിളില് ഞാൻ മുൾച്ചെടിയും പുറത്ത് ഞാൻ പൂന്തോട്ടമാണ്. അത് കറക്റ്റാ കേട്ടോ. മിക്കവാറും എല്ലാവരും അങ്ങനെയാ. പക്ഷേ ഇന്നർ സർക്കിളിലാണേലും ഒരു ലെവല് കഴിയുമ്പം പറയുമല്ലോ, ഹു, നിന്നെ ഞാൻ സഹിച്ചു മടുത്തെന്ന് പറയും, ഇനി സഹിക്കാൻ പറ്റിയാലെന്ന് പറയും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഉം. ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു ലിമിറ്റ് വരെ അവർ സഹിക്കുള്ളൂ. അപ്പോൾ കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ആദ്യം കുറേ നാളൊക്കെ സഹിച്ചിട്ട് നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ പറയും, ഹു, ഞാൻ ഇത്രയും സാധനം സഹിച്ചു, ഇനി എന്നെ കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റിയാലെന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് വേറെ ലെവലിലേക്ക് കിടക്കുന്നത്. ആ. അച്ഛനൊക്കെ ആണെങ്കിൽ പള്ളിയിൽ നിന്ന് ഓടും, അല്ലെ അച്ഛനെ ഓടിക്കും. ആ, കുറേ കഴിയുമ്പോൾ ആദ്യമൊക്കെ എല്ലാവരും സഹിച്ചിരിക്കും. ഏതായാലും ഫാദർ മാത്യു എന്നുള്ള പേര് കേൾക്കുമ്പോൾ നല്ലതാണ്, കുഴപ്പമില്ല, ജർമ്മനിയിലെ ഇറ്റലിയൊക്കെ പോയ ആളാണ്, തരക്കേടില്ലെന്നും കൊണ്ടൊക്കെ ആ പാരീഷിനെ ഇരിക്കും. പക്ഷെ കുറച്ച് സംഗതി ഇതെല്ലാം നമ്മുടെ പറയല്ലേ, അണ്ടിയോടടുക്കുമ്പോഴാണ് പുളി അറിയുന്നത് പറയല്ലേ. മാങ്ങയുടെ അണ്ടിയോടടുക്കുമ്പം പുളി അറിയുന്നു പറയുന്നത് എന്ന് പറഞ്ഞ പോലെയാ. അപ്പം നമ്മളെ ശരിക്കും അറിയണമെങ്കിൽ അടുത്ത് വരണം. ഈ മുൾച്ചെടിയൊക്കെ മുള്ള ഒത്തിരി ദൂരോട്ടൊന്നും കാണിയല്ല. അപ്പൊ വളരെ ചേർന്ന് നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഉം. ഷേറായിക്ക് എന്ത് പറയാനുണ്ട്? അൺമ്യൂട്ട് ചെയ്യണേ. ഇപ്പോഴെന്താണ് ആ മുൾച്ചെടി ഇതൊക്കെ ധാരാളം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു. അത് ഞാൻ പിന്നെയാ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പുറമേ എല്ലാരെയൊക്കെ ഞാൻ അത്യാവശ്യം പ്ലീസ് ചെയ്തൊക്കെ നിന്നു. പക്ഷെ ഈ മുള്ളെല്ലാം എനിക്കിട്ട് തിരിഞ്ഞു കുത്തുന്നുണ്ടായിരുന്നു. എനിക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു. ആ, ബിക്കോസ് ഐ വോണ്ടഡ് ടു പ്ലീസ് എവ്രി വൺ. ഉം. നല്ല കുട്ടി, നല്ല പേര്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ ചില ക്ഷതങ്ങൾ അവർക്കും വരുന്നുണ്ടായിരുന്നു. അപ്പം ഒത്തിരി പീപ്പിൾ പ്ലീസർ ആണോ എന്ന് ചോദിച്ചാൽ പലരെയും വെച്ച് നോക്കുമ്പോൾ ഞാൻ അല്ലായിരിക്കാം. പക്ഷെ എങ്കിലും ടു ആൻ എക്സ്റ്റെന്റ് ഐ വാസ് ലൈക്ക് ദാറ്റ്. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ഇൻ ദ ഗുഡ് ബുക്സ് ഓഫ് അതേഴ്സ്. അപ്പൊ എൻ്റെ ഒരു മുള്ള അതായിരുന്നു. പിന്നെ സ്വയം സഹതാപം ഉണ്ടായിരുന്നു. അതും ഒരു മുള്ള് തന്നെയായിരുന്നു ആക്ച്വലി. പിന്നെ ഇപ്പൊ ഞാന് സാറിന്റെ കൂടെ ക്ലാസ്സിലൊക്കെ വന്ന് ഞാൻ പല ഇങ്ങനെ മോട്ടിവേഷൻ അത് ഇത് പല ക്ലാസ്സൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിലും അവയർനെസ് ഉണ്ട്, എനിക്ക് അറിവുണ്ട്, പക്ഷെ ആ മാറ്റം വരുന്നില്ല. മനസ്സിലായില്ലേ? അറിവിന്റെ തലത്തിൽ നിന്ന് ഒരു അനുഭവത്തിന്റെ തലത്തിലേക്ക് വരാൻ സാധിച്ചത് തോമസ് സാറിന്റെ ആ ഒരു സപ്പോർട്ടോടു കൂടിയാണ്. കാരണം സാറുള്ള കാര്യം വെട്ടി തുറന്ന് അങ്ങോട്ട് പറയും. ഇടയ്ക്ക് പറയും നീ ഫ്രോഡാണെന്ന് വരെ പറഞ്ഞു കളയും. അപ്പൊ നമുക്കറിയാം നമ്മൾ എന്നാന്ന്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമുക്ക് എനിക്ക് സാറിന്റെ അപ്രോച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എല്ലാവർക്കും നൈസായിട്ട് സംസാരിക്കുന്നവരെയാണ് ഇഷ്ടം. ഞാനും നൈസായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇച്ചിരും കൂടെ എന്നാ വെച്ചാൽ അത്രയും അങ്ങ് ഇതായിട്ട് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. സോ ദാറ്റ് എൻ്റെ ചേഞ്ചസ് എനിക്കിപ്പം എൻ്റെ ചേഞ്ചസ് വളരെ ഇഷ്ടമായി. 100% പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. ഐ നോ ദർ ഇസ് നോ പെർഫെക്ഷൻ ആസ് സച്ച്. പക്ഷെ ഐ ആം പീസ്ഫുൾ വിത്ത് മൈസെൽഫ് ആൻഡ് ഐ തിങ്ക് എൻ്റെ ഫാമിലിനും അത് കാണുന്നുണ്ട്. എന്തിനും ദേഷ്യപ്പെടേണ്ട സമയത്ത് ഞാൻ ദേഷ്യപ്പെടും, ബോധപൂർവം ദേഷ്യപ്പെടും, അവെയറായിട്ട് ദേഷ്യപ്പെടും. അല്ലാണ്ട് ദേഷ്യം എന്നെ കൊണ്ട് പോവില്ല.
അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല മൈൻഡ് മാസ്റ്ററി ഞാൻ പല പ്രാവശ്യം സാറിന്റെ ഒക്കെ കേട്ടിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അങ്ങനെ ദിസ് ഹാസ് ബീൻ റിയലി ബെനിഫിഷ്യൽ ഫോർ മീ. താങ്ക് യു. അച്ഛൻ മൈൻഡ് മാസ്റ്റർ കൂടിയിട്ടുണ്ടോ? സാറിന്റെ കൂടെ കൂടിയതാ കൂടിയിട്ടുണ്ട് കൂടിയതാ അല്ലേ? അതെ. ആ ആ അതെ. ആ മൈൻഡ് മാസ്റ്റർ കൂടിയതിന്റെ ഒരു വ്യത്യാസമൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. പിന്നെ ദേഷ്യമൊക്കെ വളരെ കുറവാണ്, ഉം, അങ്ങനെ അധികം ദേഷ്യപ്പെടാറില്ല. ഉം. പിന്നെ ആൾക്കാരൊക്കെ ആയിട്ട് പൊതുവെ കുഴപ്പമില്ല, വളരെ ഫ്രണ്ട്ലി ആണ്. നിങ്ങളുടെ പിന്നെ കുറച്ചുകൂടെ ആ, ഇമ്പ്രൂവ്മെന്റ് വേണം എന്നുള്ളതാണ്. ഈ മൈൻഡ് മാസ്റ്റർ കൂടിയവർക്കും കൂടാത്തവർക്കും എന്തുകൊണ്ട് മൈൻഡ് മാസ്റ്റർ കൂടുന്നുള്ളത് ഞാൻ ഈ ക്ലാസ് കഴിയാറാകുമ്പോഴത്തേക്കും പറയാം കേട്ടോ. എല്ലാവരും ചാടി പോയേക്കരുത്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. വൈ വി ഷുഡ് അറ്റൻഡ് മൈൻഡ് മാസ്റ്ററി ക്ലാസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ലൈഫ് ഈസ് ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ. ആരെങ്കിലും ഒന്ന് വായിച്ചത്? It is like a fan. What we see is the physical body. Metaphysical energy, Atmiya Urjam, is electricity. Our metaphysical energy is so low, like the electricity required to burn a 0-volt bulb. ഇറ്റ് ഈസ് ലൈക്ക് എ ഫാൻ എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ കാര്യം കേട്ടോ. ലൈഫ്, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്ക് ഈ ഫാൻ പോലെയാണ്. ഇത് ഏറ്റവും വോൾട്ടേജ് അല്ല, കറണ്ട് കുറച്ചെടുക്കുന്ന ഒരു ഫാനാണ്. ഇതുവരെയും കറങ്ങാനുള്ള എനർജി അല്ലെങ്കിൽ കറണ്ട് ഇല്ല. ഇതാണ് ഈ വയറ്, ഇവിടെ കറണ്ട് വരുന്നത്. അപ്പം നമ്മുടെ മനസ്സിലെ എനർജി, അതിന് നമ്മൾ ആത്മീയവും, ആത്മീയം എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് നിങ്ങൾ കൂട്ടണമെന്നില്ല കേട്ടോ. മെറ്റാഫിസിക്കലിൻ്റെ ഒരു മീനിങ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഫിസിക്കലായിട്ടുള്ള എനർജി അതറിയാവില്ല. അപ്പം മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ സംതിങ് ബിയോണ്ട്, അതിനും ശരീരത്തിൻ്റെ അപ്പുറത്തുള്ള, ശരീരത്തിന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാലറി എന്ന് പറയുന്നത്. അപ്പം മനസ്സിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പവറിനെ നമ്മൾ ആത്മീയ ഊർജം നിങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് ആത്മാവിൻ്റെ ആയിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് സംശയം ചോദിച്ചു, എന്താ ഈ ആത്മാവിൻ്റെ ആത്മീയ ഊർജം അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറയുന്നത്? മെറ്റാഫോറിക്കായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മളെന്ന് പറയുന്ന ഒരു ഫാനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു 0 വാട്ട് ബൾബ് ഓടിക്കാനുള്ള കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് ഈ മൈൻഡ് മാസ്റ്ററി കേട്ടവർക്കെങ്കിലും പറയാൻ പറ്റണ എന്താണ് ഇതിൻ്റെ ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയാമോ? നിങ്ങളുടെ പല പ്രാവശ്യം കൂടിയിട്ട് എന്ത് കിട്ടിയെന്ന് എനിക്കൊന്ന് അറിയണ്ടേ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് മെറ്റാഫോറിസിക്കലാണ്. അപ്പോൾ അനുഭവത്തിൽ കൂടെ എന്താ സംഭവിക്കുന്നത്, നമ്മളിൽ എന്താ ഈ എങ്ങനെ സംഭവിക്കുന്നത് പറയണം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തില് നമ്മൾക്കൊരു ഇന്റേണൽ എനർജി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പം സാറ് പറഞ്ഞു 0 വോൾട്ട് ബൾബിന്റെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു ഫാൻ കറങ്ങണമെങ്കിൽ എത്ര വോൾട്ട് ഇലക്ട്രിസിറ്റി വേണം. പക്ഷെ ചിലപ്പോൾ നമ്മളുടെ വോൾട്ടേജ് കുറയുമ്പോഴത്തേക്ക് ഫാൻ ഇങ്ങനെ ഡ്രേങ് ഡ്രേങ് എന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് 0 വോൾട്ട് ബൾബിന്റെ ഇലക്ട്രിസിറ്റി ഉള്ളൂ, അന്നേരം കറങ്ങും. ഇങ്ങനെ നമ്മള് ജീവിക്കുകയാണോ കഴിഞ്ഞു കൂടുകയാണോ എന്ന് ചോദിക്കുന്നതിന്റെ വ്യത്യാസം. നമ്മൾ ജീവിക്കുന്നില്ല, കഴിഞ്ഞു കൂടുകയാണ്, വളരെ ഇങ്ങനെ അങ്ങ് പോകുക. ഇവിടെ നമുക്ക് ഊർജമില്ല. ആ ഒരു ഊർജം
നമുക്ക് നിലനിർത്താന് സഹായിക്കുന്നതാണ് ഈ അവയർനെസ് ഇറ്റ് സെൽഫ് ഇസ് ക്യൂർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഈ ഊർജത്തിന്റെ ആവശ്യം എന്നാന്ന് പറഞ്ഞ് ഇപ്പൊ എഫക്റ്റീവായിട്ട് ജീവിക്കണമെങ്കിൽ അത് ജീവിക്കണേ. അതിപ്പോ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? എന്റെ അനുഭവത്തിൽ കൂടെ പറ. ഇപ്പം എന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല് എഫക്റ്റീവ്നെസ് കുറയുക. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അത് ഉടനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ ഞാൻ ആ സബ് കോൺഷ്യസ് മൈൻഡ് ആയി തീരുകയാണ്. ഇപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, സേറ, പെട്ടെന്ന് എനിക്ക് എന്റെ റിയൽ ലൈഫ്, കാരണം ഇത് നമ്മളിപ്പോ മറന്നു പോകും. നമ്മളെ ജീവിത ഓട്ടോ NLP എന്നൊക്കെ പറഞ്ഞ പോലെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ഇൻസ്റ്റൻസസ് മറന്നു പോകും. ആദ്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോ ചിലപ്പം ഞാൻ വിചാരിക്കുന്ന പോലെയല്ല. ഓക്കെ, ഇപ്പൊ എനിക്കൊരു ഇൻസ്റ്റൻസ് കിട്ടി. ഞാൻ വിചാരിക്കുന്ന പോലെയല്ല എന്റെ ഹസ്ബൻഡ് ചില സമയത്ത് പെരുമാറുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന പോലെ പറയുന്നില്ല, ഞാൻ വിചാരിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഒരു പ്രശ്നം തോന്നി എനിക്ക്. അപ്പൊ എനിക്ക് ഉടനെ ദേഷ്യം വന്നു. പിന്നെ ഞാൻ ഈ പീപ്പിൾ പ്ലീസർ ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഉള്ളിൽ അങ്ങ് ഒതുക്കും, ചിലപ്പോൾ ഒന്ന് പറയും, എന്തെങ്കിലും ഒന്ന് കുത്തി പറയും. അന്നേരം പിന്നെ അതിന്റെ ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും. ഒരു ഗെയിം പോലെയാണ്. പിന്നെ അങ്ങോട്ട് പോകും. ആകെ കൂടെ ഒരു നെഗറ്റിവിറ്റി ഞാനും കളക്ട് ചെയ്യും, പുള്ളിയും കളക്ട് ചെയ്യും. എന്നിട്ട് കളക്ട് ചെയ്യുക മാത്രമല്ല, ക്യാരി ചെയ്യുകയും ചെയ്യും. പിറ്റേ ദിവസവും ഇത് ക്യാരീഡ് ആണ്. പിറ്റേ ദിവസം ഒരു കാപ്പി കുടിക്കുന്നതും ഈ നെഗറ്റിവിറ്റിയുടെ എഫക്റ്റ് ഉണ്ട് അവിടെ. അപ്പോ നമ്മളുടെ ഫോക്കസ്, വേറൊരു കാര്യം ചെയ്യുന്നതിലുള്ള എഫക്റ്റീവ്നെസ്, ഞാനിപ്പോ എഴുതുവാണെങ്കിൽ അത് എഫക്റ്റീവായിട്ട് എഴുതാൻ പറ്റുന്നില്ല, ഞാൻ പഠിക്കുവാണെങ്കിൽ അതിനൊരു ഫുൾ പൊട്ടൻഷ്യലിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ? ബിക്കോസ് ഐ എം ക്യാരിയിങ് ദ നെഗറ്റിവിറ്റി ഇൻ മീ. ഇപ്പൊ ഇവിടെ എന്റെ എനർജി കുറയുകയാണ്. ഇതാണ് എന്റെ ഒരു എക്സാമ്പിൾ. ഞാൻ NLP ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് സംസാരിച്ചത്. ഞാൻ NLP ടെക്നിക്സ് വഴിയാണ്. ഇപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, പലതരം ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ NLP ടെക്നിക്സ് വഴിയാണ് എൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ ലെവലിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്. I talk to myself, or either there are many techniques that you can avail in NLP. ഇവിടെയാണ് Yeah, NLPയും thank you. മീൻ മാസ്റ്ററും തമ്മിലുള്ള കണക്ട് വരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ എനർജി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ NLP പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയല്ല. NLPയുടെ ബലം എന്ന് പറയുന്ന മൈൻഡ് മാസ്റ്ററിയാണ്. അപ്പോൾ ഈ മനസ്സിന് പവർ ഇല്ലെങ്കിൽ, കാരണം NLP എന്ന് പറയുന്ന മനസ്സിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ മനസ്സിനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിനൊരു പവർ വേണം. മനസ്സിന് മെറ്റാഫിസിക്കൽ എനർജി ഇല്ല. അപ്പോൾ അത് എഫക്റ്റീവ് ആകുകയില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും NLP മീൻസ് ചേഞ്ചിങ് തോട്ട്സ്. അതായത് നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തോട്ടുണ്ട്, അതിനെ ഇറ്റ് ഹാസ് ടു ബി റീപ്ലേസ്ഡ് ബൈ എ ന്യൂ തോട്ട്. ഈ ന്യൂ തോട്ട് എവിടെ നിന്ന് കിട്ടും? ന്യൂ തോട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തെന്ന് കേട്ടോ? പറഞ്ഞു കൊടുത്താലും അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എനർജി അയാൾക്കില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പുതിയ തോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതാണല്ലോ, മരിക്കാൻ കിടക്കുന്ന ആളിനോട് പറയും, എടോ താൻ മരിക്കാൻ പോവുകയാണ്, ഇനിയെങ്കിലും തൻ്റെ അനിയനോടൊന്ന് ക്ഷമിച്ചേക്കാന്ന് പറയും. അതൊരു പുതിയ തോട്ടാണ്. എൻ്റെ അനിയനോട് ക്ഷമിച്ചുള്ള ആ സിറ്റുവേഷൻ മനസ്സിൽ കാണുക, ഇറ്റ്സ് എ ന്യൂ തോട്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയ അയാൾക്ക് മനസ്സിന് പവർ ഇല്ല. അപ്പൊ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും മനസ്സിന് പവർ വേണം, മെറ്റാഫിസിക്കൽ എനർജി വേണം. അതില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഡിന്നർ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ സ്വീറ്റ് ഡിഷസ് അവിടെ ഇപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആരും കൂട്ടത്തിലില്ല. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നോ മരുന്ന് കഴിക്കുന്നുണ്ടെന്നോ ആർക്കും അറിയത്തില്ല. അപ്പോൾ നല്ല സൗകര്യമാണല്ലോ നിങ്ങളുടെ പോയി ഒരു ഐസ്ക്രീം തിന്നും. അപ്പോൾ തിന്നു കഴിയുമ്പോഴേ മൈൻഡ് പറയും, ഇത് തിന്നണോ? യു ആർ എ പേഷ്യൻ്റ്.
കുഴപ്പമില്ല, ഇപ്പം ആരും കാണാനില്ല, അതുകൊണ്ട് രണ്ടാമതും തിന്നും, മൂന്നാമതും തിന്നും. എന്തുകൊണ്ടാണ്? അത് നിയന്ത്രിക്കാനുള്ള ഉള്ളിൽ വന്ന ചിന്ത, യെസ് ഇപ്പോൾ ഒരു സൗകര്യപ്രദമാണ്, എനിക്ക് കഴിക്കാൻ ആരും കാണില്ല എന്നുള്ളൊരു ചിന്തയാണ്. അതിനെ ഓവർ പവർ ചെയ്ത് പുതിയ ചിന്ത കൊണ്ടുവരാനുള്ള കഴിവ് ഇയാൾക്കില്ല. അതാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ എനർജി എങ്ങനെയാ ചോർന്നു പോകുന്നത് വെച്ചാൽ, നമ്മൾ വേണ്ടാത്ത കാര്യത്തിൽ കൂടെ എല്ലാം ഇടപെടും എപ്പോഴും, ഫുൾ ടൈം. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ തുച്ഛമായിരിക്കും ഒരു ദിവസം. TV കാണുകയാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യം അതിൻ്റെ അത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ വേണ്ടാത്ത കാര്യത്തിൽ ഇപ്പോഴത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ, അമേരിക്ക ഇറാൻ വാർ, എല്ലാ ദിവസവും എല്ലാവരും നോക്കിയിരിക്കുകയാണ് അവിടെ എപ്പോഴാണ് വെടിപൊട്ടുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി നെഗറ്റീവ് തിങ്. അപ്പോൾ അത് ഒരു വാർ ഉണ്ടാകുകയാണെങ്കിൽ എത്രയോ ആൾക്കാരുടെ ജീവിതം പോകും, എന്തുമാത്രം നാശം സംഭവിക്കും. അത് എനിക്ക് സംഭവിക്കുന്നില്ല, അപ്പോൾ അതെനിക്കത് കാണാം, അതൊരു രസമാണ്. അത് ഭയങ്കര ഹോറിബിളായിട്ടുള്ള എനർജിയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് എനർജി വേണ്ടിടത്തോളം നെഗറ്റീവിൻ്റെ എനർജിയുടെ അങ്ങേയറ്റമാണ്. പണ്ട് ഈ ഫ്ലഡ് ഉണ്ടായ കാലഘട്ടത്തിൽ ഈ എല്ലാ ഡാമും തുറന്നു വിടേണ്ട ഒരു സാഹചര്യം വന്നു. അത് തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഈ വഴിയുടെ പോട്ടെ, ഈ പുഴയുടെ സൈഡിൽ കൂടെയുള്ള എത്രയോ വീടുകളാണ് നശിച്ചു പോകുന്ന, ആൾക്കാർ എത്രയോ പേര് മരിച്ചു പോകും. അതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും ഇതൊന്ന് തുറന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോ പിടിക്കാനെന്ന് പറഞ്ഞിട്ട് എത്ര പേര് അവിടെ എൻ്റെ മുമ്പിൽ പോയി നിന്നറിയാമോ? അതുപോലെ തന്നെ ഫ്ലഡ് ഉണ്ടായി കഴിയുമ്പം ആ ഫ്ലഡ് മൂടിയിട്ട് എത്രയോ ആൾക്കാർക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. അന്നേരം അവിടെ വള്ളം ഇറക്കിയിട്ട് കളിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം നെഗറ്റീവ് എനർജിയാണ്. നെഗറ്റിവിറ്റിയിൽ നിന്നും നമുക്കൊരു പ്ലഷർ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് എനർജിക്ക് പകരം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ നെഗറ്റീവ് എനർജിയാണ്. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവ് എനർജി കിടക്കുക എന്ന് പറയുന്നത്. ഇതാണ് മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ എനർജി ഇല്ലെന്ന് തന്നെയല്ല, കിടക്കുന്ന എനർജി നെഗറ്റീവ് എനർജിയും കൂടെയാണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്? ഇത് ആർക്കെങ്കിലും വായിക്കാവോ? വായിച്ചേ, വായിച്ചേ. Reasons for low metaphysical energy: anxiety, anger, sadness, tension, family issues, lack of interest, depression, learning disability, laziness, job issues, financial issues, lack of confidence, fear of death, time management issues, worry about diseases, fear of strangers, getting influenced by others, bad habits, loss of sleep, mobile addiction, suicidal tendencies, memory loss, irrational fear, lack of concentration, fear complex, mind reading. ഇത്ര ഇടയുള്ള, അതുകൊണ്ട് ഇത്ര ഞാൻ എഴുതിയുള്ളൂ കേട്ടോ. ഇതെല്ലാരും കേട്ടല്ലോ അല്ലേ? സർ മൈൻഡ് റീഡിംഗ് എന്താണ്? മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ വീഡിയോ ഇപ്പം തുറക്കാത്തവരുണ്ടല്ലോ. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞ്, ചിലർക്കൊരു ധൈര്യക്കുറവാണ്. അയ്യോ, ഞാൻ വീഡിയോ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇതാണ് മൈൻഡ് റീഡിങ്. ഒന്നുകിൽ അയാളുടെ അപ്പിയറൻസിനെ പറ്റിയോ അല്ലെങ്കിൽ അയാളുടെ കോൺഫിഡൻസിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ട് പറയും. അതുകൊണ്ട് ബെറ്റർ മോൻ കാണിക്കണ്ട. അപ്പം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണോ? മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളൊരു തോന്നൽ. അതാണ് മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? നൽകായ്ക്ക് പിടികിട്ടിയോ? മനസ്സിലായി. അപ്പൊ ഇപ്പൊ ഈ വായിച്ചത്
അത്രേ ഇടയുള്ളത് കൊണ്ട് അത്രേ എഴുതിയുള്ളൂ. ഇത് ഇഷ്ടംപോലെ സംഗതികൾ എഴുതാനുണ്ട്. ഇത് ഇങ്ങനെ ചിലതൊക്കെ അതിലേതെങ്കിലും ഒരെണ്ണം മതി. ഇപ്പം എല്ലാം വേണം നിർബന്ധമില്ല. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ മെറ്റാഫിസിക്കൽ എനർജി മൈനസ് ആയി. ആങ്സൈറ്റി വന്നാൽ മൊത്തം തീർന്നു. ഇതുപോലെ ഫിയർ ഓഫ് ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഏത് നേരം ചിന്തയായിരിക്കും, അയ്യോ മരിച്ചു പോവോ, മരിച്ചു പോയാൽ എവിടെ ചെല്ലും, പിന്നെ എന്ത് സംഭവിക്കും. ആങ്സൈറ്റി. ഈ മൈൻഡ് റീഡിങ് വലിയൊരു പ്രശ്നമാണ്, പല ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. മറ്റുള്ളവർ അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പുറത്തിറങ്ങി സംസാരിക്കാൻ പറ്റിയില്ല, മെയിൻ റോഡിൽ കൂടെ നടക്കാൻ പറ്റിയില്ല. നടന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഉണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് നടക്കുന്നവരുണ്ട്. കാരണം പകല് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും, അവരെന്ത് വിചാരിക്കും. അപ്പം ഇതെല്ലാം നെഗറ്റീവ് തോട്ട്സുകളാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എനർജി നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ ഇതും കൂടെ ഒന്ന് വായിച്ചേ. Mind mastery helps to reduce negative thoughts from the subconscious mind through various stress release methods such as physiology, psychology, NLP, law of attraction, spiritual science, and hypnotherapy. അപ്പോൾ നമ്മൾ ഈ മൈൻഡ് മാസ്റ്ററിയുടെ ക്ലാസ്, അപ്പോൾ അതിനെപ്പറ്റി കൂടെ പറഞ്ഞേക്കാം. 6 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ ഇഷ്യൂസും ഇങ്ങനത്തെ ചില ടൂൾസ് ഉപയോഗിച്ച് നമ്മളത് എടുത്ത് കളയും. അങ്ങനെ മനസ്സിനെ നമ്മൾ ഫ്രീ ആക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് പുതിയ വാല്യൂ സിസ്റ്റത്തെ നമ്മൾ അതിൻ്റെ അകത്ത് നിറയ്ക്കും. വാല്യൂ സിസ്റ്റം സബ് കോൺഷ്യസ് മൈൻഡിൽ നിറയാൻ ഇതൊക്കെ പറിച്ച് കളയുമെന്ന് പറഞ്ഞാലും അതിന് അതിൻ്റേതായ ടൈം എടുക്കും. അതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസ് ഒരുപക്ഷെ 6 ദിവസം കൊണ്ട് തീർന്നു പറഞ്ഞാലും നമ്മളിത് ഈ മെൻ്റൽ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 21 ഡേയ്സ്, ചില ക്ലാസ് എടുക്കുന്ന ആൾക്കാരൊക്കെ 90 ഡേയ്സൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഒരു 21 ഡേയ്സൊക്കെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മളിതിനെ ശ്രമിക്കുകയാണെങ്കിൽ 21 ഡേയ്സ് കൊണ്ട് ഏതാണ്ട് നമുക്കൊന്ന് ഫ്രീ ആക്കി എടുക്കാം നമ്മുടെ മനസ്സിനെ. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ടൈമിൽ ഇങ്ങനത്തെ ടൂൾസ് ഈ ടൂൾസ് എന്താണെന്നൊന്നും നമ്മളിപ്പോൾ വിവരിക്കാൻ പോകുന്നില്ല, കാരണം അതിന് ടൈം എടുക്കും. ഫിസിയോളജി, ഇതിൻ്റെയൊക്കെ മലയാളം അറിയാൻ പാടില്ല. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ശരീരശാസ്ത്രം, സൈക്കോളജി, NLP, ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വൽ സയൻസ് ആൻഡ് ഹിപ്നോതെറാപ്പി. ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഇതിൻ്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട്, ടൂൾ മാത്രം ചെയ്താൽ മതിയല്ലോ. ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ആങ്സൈറ്റി, മൈൻഡ് റീഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് കളയും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പുതിയ വാല്യൂ സിസ്റ്റമൊക്കെ നമ്മളകത്ത് നിറയ്ക്കും. അതിന് ഞാൻ നിങ്ങൾക്ക് ചില മെൻ്റൽ എക്സസൈസൊക്കെ തരും, അതൊക്കെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ രീതികൾ. അത്രയേ ഉള്ളൂ. അപ്പം മൈൻഡ് മാസ്റ്ററി കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 6 ദിവസത്തെ ക്ലാസ്സാണ്. 6 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഈ ലെവലിൽ നമുക്ക് എത്താൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും മൈൻഡ് മാസ്റ്ററി അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഏതാനും ചില ആൾക്കാർ അറ്റൻഡ് ചെയ്യാത്തവരുമുണ്ട്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെനിക്കൊരു ഹായ് വാട്സാപ്പിൽ വിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം, നിങ്ങൾക്ക് ചേരാം. തിങ്കളാഴ്ചയാണ് ക്ലാസ് തുടങ്ങാൻ പോണത്. അപ്പോൾ ഈ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവേ. ശേരാമേടൊക്കെ ഇത് കൂടിയതാ, അച്ഛനും കൂടിയതാ. വിഷ്ണുപ്രിയ കൂടാൻ താല്പര്യമുണ്ടെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നേ? അപ്പൊ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ക്ലാസ്സിൽ വരുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞിടത്തോളം മനസ്സിലായല്ലേ? ഇപ്പൊ നമ്മൾ 10-30 ഐറ്റംസ് പറഞ്ഞു, ഏതാണ്ട് എത്ര എണ്ണം കാണും അതിൻ്റെ അകത്ത്? ഒരു 10-30 എണ്ണം
അൽക്ക വായിച്ചു കേൾപ്പിച്ചില്ലേ? ആ അതിനകത്ത് ഒരെണ്ണം മാത്രമേ അവള് ചോദിച്ചുള്ളൂ, വാട്ട് ഈസ് മൈൻഡ് റീഡിങ്. ബാക്കി എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് എത്ര എണ്ണം കാണും? ഒന്നുമില്ലാതെയോ ഏതാനും ചിലത് കാണും? ഇല്ല, മൈൻഡ് റീഡിങ് തന്നെ എനിക്കും എന്താന്ന് പെട്ടെന്നൊരു ഡൗട്ട് വന്നത്. മൈൻഡ് റീഡിങ് വിട്ടാലേ ആ ഇതാ. ഇതിനകത്ത് ഏതെങ്കിലും സംശയമുള്ളതുണ്ടോ? ഇതിൻ്റെ അകത്ത് ഏതാ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മതി. അതായിരിക്കും എളുപ്പം എല്ലാവർക്കും പറയാൻ. ആങ്സൈറ്റി ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ദേഷ്യം, വല്ലപ്പോഴൊക്കെ സാഡ് ആകാറുണ്ടോ? ടെൻഷൻ അടിക്കാറുണ്ടോ? ഫാമിലി ഇഷ്യൂ ഉണ്ടോ? ചിലപ്പോൾ പറയും, ഓ എന്തോ ഒരു ഇൻട്രസ്റ്റും ഇല്ല ജീവിക്കാൻ. ഡിപ്രസ്ഡ് ഫീലിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി അല്ല. നമുക്ക് പഠിക്കാൻ വലിയ താല്പര്യം ഇല്ല, അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതങ്ങനെ മെനക്കെട്ട് അത് പഠിക്കാനുള്ള താല്പര്യമില്ല. അതാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ലേസിനെസ് അതാർക്കും ഇല്ലല്ലോ അല്ലേ? എല്ലാം പടപടാന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരല്ലേ. ചെയ്യുന്ന ജോലികളിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ അല്ലേ? സാമ്പത്തിക ഇഷ്യൂ ആർക്കും ഇല്ല. കോൺഫിഡൻസിൻ്റെ കുറവ് വല്ലതും ഉണ്ടോ? ഭരണത്തെ പറ്റി ആർക്കെങ്കിലും ഭയം ഉണ്ടോ? ടൈം മാനേജ്മെന്റ് ഇഷ്യൂ വല്ലതും ഉണ്ടോ? എല്ലാം കറക്റ്റ് ടൈമിലാണോ നമ്മൾ പോകുന്നത്? രാവിലെ എഴുന്നേൽക്കുന്നു, ഓഫീസിൽ കറക്റ്റ് ടൈമിന് ചെല്ലുന്നു. വറി അബൌട്ട് ഡിസീസ്, എവിടെയെങ്കിലും ഒരു രോഗത്തിനെ പറ്റി കേട്ടാൽ അയ്യോ എനിക്ക് വരുമോ എന്നുള്ള പേടിയുണ്ടോ? പിന്നെ സ്ട്രേഞ്ചേഴ്സിനെ പറ്റി ഓർക്കുമ്പം പേടിയുണ്ടോ? ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്, ആർക്കെങ്കിലുമൊക്കെ നിങ്ങളെ വീഴ്ചെടുക്കാൻ പറ്റുമോ? ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ലോസ് ഓഫ് സ്ലീപ്പ് ഉണ്ടോ? മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ? അതിനകത്ത് കയറി അതിനകത്ത് നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ കയറെടുത്ത് തൂങ്ങാൻ പോകുന്നുള്ളതല്ല. ചിലപ്പോൾ ചില തോന്നലൊക്കെ പറയും, എന്ത് ജീവിതം, ഇതൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യം, ജീവിക്കണ്ടായിരുന്നു. ഇത് ഈ തോന്നലൊക്കെയാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടാണ്, ഡെവലപ്പ് ചെയ്യണ്ട, ഇതിൻ്റെ വേറൊരു ലെവലിലേക്ക് ചെല്ലുന്നതാണ് അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മെമ്മറി ലോസ്, മറവി. റാഷണൽ ഫിയർ, ഒരു റാഷണാലിറ്റി ഇല്ലാതെ കൊണ്ട് വെറുതെ അങ്ങനെ ആയിരിക്കും, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുക. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഒരു കാര്യത്തിൽ അറിയാമല്ലോ. ഫിയർ കോംപ്ലക്സ്, മൊത്തം ഒരു ഫിയർ കോംപ്ലക്സ് ആണ്. മൈൻഡ് റീഡിങ് ഇപ്പം നമ്മൾ പറഞ്ഞാണ്. ഇതൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ ഈ 6 ദിവസം കൊണ്ട് എടുത്ത് കളയും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരെണ്ണം കാണുമല്ലോ, നല്ല കാര്യം. അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് കംപ്ലീറ്റ് ആകും.